എങ്ങനെയാണ്? വന്നു, കണ്ടു, വന്ദേമാതരം പാടി പിരിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. വന്ദേമാതരത്തിലെ വരികൾ പാടി, പക്ഷേ ആ വരികൾ തന്നെ ലജ്ജിച്ചിട്ടുണ്ടാകും അവിടെ നടന്നത് ഓർക്കുമ്പോൾ. ആ പാട്ട് പാടിക്കഴിഞ്ഞ്, അതായത് അത് അർത്ഥവത്തായി പാടിയാൽ അങ്ങനെയല്ലല്ലോ, ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കേണ്ടതല്ലേ. അങ്ങനെ സംഭവിക്കുന്നതിന് പകരം ഉടനെ പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വരികൾ തന്നെ ലജ്ജിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഈ വർഷകാല സമ്മേളനം ജൂലൈ 20 തുടങ്ങി ഓഗസ്റ്റ് 13 അവസാനിച്ചു. അമിത്ഷാ അവസാന ദിവസം മാത്രമാണ് സഭയിൽ ഒന്ന് മുഖം കാണിച്ചത്. അമിത്ഷാ മുഖം കാണിച്ചു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. പ്രധാനമന്ത്രിയും അമിത്ഷായും എത്തുന്നു. ഉടനെ തന്നെ വന്ദേ മാതരം തുടങ്ങുന്നു. വന്ദേ മാതരം തീരുന്നതോടുകൂടി പിരിച്ചുവിടുന്നതായിട്ട് ഉള്ള ഡിക്ലറേഷനും വരുന്നു. അങ്ങനെ സഭ പിരിഞ്ഞു. പരസ്പരം നോക്കാതെ, കൈ കൊടുക്കാതെ, സംസാരിക്കാതെ, ചർച്ചകളൊന്നും നടത്താതെ ഒരു ഇന്ത്യ പോലെയുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് പിരിഞ്ഞു പോയത് എന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാം, ഇത് തന്നെയാണ് രാജ്യസഭയുടെ കാര്യത്തിലും ഒരു പരിധി വരെ സംഭവിച്ചിരിക്കുന്നത്. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ തുടർന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊന്നുണ്ടാകുന്നത്, ഒന്ന് ജന്മമെടുക്കുന്നത്. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ജന്മമെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മിക്കണം, ഈ BJP ഗവൺമെൻറ്റിൻ്റെ 2014 വരവ്. BJP ഗവൺമെൻറ് വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ബജറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയ ഇൻട്രോ എന്തായിരുന്നു? ആ ഇൻട്രോയിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആ ഇൻട്രോ വെച്ച് അദ്ദേഹത്തെ വലിയ ബഹുമതിയോടെ കാണാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഇൻട്രോ ഇപ്പോഴും ഓർക്കുന്നത്. ഞാൻ 5 ടീകൾ കൊണ്ട്, അതായത് ടീയിൽ തുടങ്ങുന്ന 5 പദങ്ങൾ കൊണ്ട് ഇന്ത്യയെ വികസിത ഭാരതമാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നു ആ 5 ടീകളിൽ തുടങ്ങുന്ന വാക്ക്? 1 ടെക്നോളജി, 2 ട്രെയിനിങ്, 3 ട്രേഡ്, 4 ടൂറിസം, 5 ട്രഡീഷൻ. അതിലെ ട്രഡീഷനോട് മോദി ഗവൺമെൻറ് നീതി പുലർത്തി. ആ ട്രഡീഷൻ്റെ ഭാഗമാണ് റാം ടെമ്പിൾ. അത് പൂർത്തിയാക്കി സമയത്ത് തന്നെ. അതേ സമയത്ത് ആദ്യം പറഞ്ഞ മറ്റ് 4 ടീകൾ പോട്ടെ, ടൂറിസവും ട്രഡീഷനും പോട്ടെ, ടെക്നോളജിയും ട്രെയിനിങ്ങും എവിടെ നിൽക്കുന്നു? ടെക്നോളജിയും ട്രെയിനിങ്ങും വളരെ മോശമായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IITകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരിൽ പോലും 10 മുതൽ 15% വരെ പേർ തൊഴിലില്ലാത്തവരായിട്ട് നിൽക്കുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുതിച്ചു പായുന്നു, അതിനനുസരിച്ച് ഇന്ത്യയും പായണം എന്നൊക്കെ വാദോരാതെ സംസാരിക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഈ ടെക്നോളജിയുടെ വികസനത്തിന് വേണ്ടത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു എങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ IITകളിൽ നിന്ന് പാസ്സാകുന്നവർ പോലും തൊഴിലില്ലാത്ത അവസ്ഥയിൽ വരില്ലായിരുന്നു. 2024 ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നത് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ 82.07% ആണെന്നാണ്. ആരാണ് അഭ്യസ്ത വിദ്യർ എന്ന് ILO കണക്കാക്കുന്നത്? പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസമുള്ളവർ. അത്രയും വിദ്യാഭ്യാസമുള്ളവരിൽ 82%-ലേറെ പേർ തൊഴിലില്ലാത്തവരായിട്ട് ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടെക്നോളജിയും ട്രെയിനിങ്ങും എവിടെ കിടക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു രാജ്യത്താണ് നീറ്റ് പരീക്ഷ എന്തിലേക്കുള്ള ചവിട്ടുപടിയാണ്? ടെക്നോളജിയിലേക്കുള്ള ചവിട്ടുപടി. ആ ടെക്നോളജിയിലേക്കുള്ള ചവിട്ടുപടിയിലെ വെച്ച് നമ്മുടെ യൂത്തിനെ, നമ്മുടെ യുവജനതയെ, ആണിനെയും പെണ്ണിനെയും ചവിട്ടി താഴേക്കിടുന്ന
പരിപാടിയായിരുന്നു നീറ്റ് പരീക്ഷകളിൽ നടന്നുകൊണ്ടിരുന്നത്. കാര്യക്ഷമതയില്ലാത്തവരെ ഇത്ര പ്രധാനപ്പെട്ട ഒരു പദവിയിൽ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് പല പ്രാവശ്യം കാര്യക്ഷമതയില്ലായ്മയും കെടുക മാത്രമല്ല, അതിനകത്ത് ഒരുപാട് അഴിമതിയുമുണ്ട്. അഴിമതിയിലാണ് കുതിർന്നാണ് കാര്യക്ഷമത നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ടും ആ വകുപ്പിനെ ഒന്ന് ശുദ്ധികലശം ചെയ്യാൻ പോലും തയ്യാറാകാതെ വീണ്ടും വീണ്ടും അതുമായി മുൻപോട്ട് പോയ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് ആദ്യം നരേന്ദ്രമോദി പറഞ്ഞ ആ ടെക്നോളജി ട്രെയിനിങ് ഇത്തരം പദങ്ങൾ ഉപയോഗിക്കാൻ പോലും അർഹതയില്ല. പിന്നീട് അദ്ദേഹം ഇന്റേൺഷിപ്പ് അങ്ങനെ പല പദ്ധതികളും കൊണ്ടുവന്നു. പക്ഷേ ആദ്യം പറഞ്ഞ ടെക്നോളജിയും ട്രെയിനിങ്ങും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഇന്റേൺഷിപ്പാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു പോകേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള, അതായത് ടെക്നോളജിയിലേക്ക് കാല് നീട്ടിപ്പോകുന്ന കുട്ടികൾ, വലിയ പ്രതീക്ഷ, അവരുടെ ഭാവിയാണ് അവർ കെട്ടിപ്പടുക്കാൻ പോകുന്ന നീറ്റ് പരീക്ഷ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൊണ്ട്. അവിടെയാണ് തുരങ്കം വെച്ച് അവരെ എന്താ പറയുക, വെട്ടി വീഴ്ത്തി ഇങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് ജെൻസി പാർട്ടി ഉടലെടുക്കുന്നത്. ആ പാർട്ടിയോട് എന്ത് ക്രൂരമായിട്ടാണ് ജന്തർ മന്ദറിൽ ആൺകുട്ടികളും പെൺകുട്ടികളും, അതായത് യുവതികളും യുവാക്കളും ഒത്തുചേർന്ന ജന്തർ മന്ദറിൽ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമുക്കറിയാം. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചാണ് അവരെ കൈകാര്യം ചെയ്തത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ നേരിട്ട് കണ്ടു. രാഹുൽ ഗാന്ധിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ജെന്റിൽമാൻ, അയാളുടെ ശരീരം മുഴുവനും ഈ അതിൻ്റെ അകത്തുനിന്നുള്ള മുള്ളു പോലെയുള്ള പെല്ലറ്റ്സ് കൊണ്ട് മുറിഞ്ഞത്. ഒരു കണ്ണും അദ്ദേഹത്തിന് ആ പെല്ലറ്റ് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി. അങ്ങനെ വേറെ എത്ര പേർക്ക് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. ഒരാൾ രാഹുൽ ഗാന്ധിയുടെ സമീപത്തായിരുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ പെല്ലറ്റ് ഗൺസ് ഉപയോഗിച്ച്, അതായത് ഒരു ശത്രു രാജ്യം, നമുക്കറിയാം പഹൽഗാം ആക്രമണത്തിലൊക്കെ പാകിസ്ഥാനോട് കാണിച്ച അതേ ശത്രുതാ മനോഭാവത്തോടു കൂടി ഇവിടുത്തെ യുവാക്കൾ ഒന്നിച്ചു ചേർന്ന് അവർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷ തകിടം മറിഞ്ഞ് പോകുന്നത് കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു. ആ പ്രതികരണത്തിനെതിരെയാണ് പെല്ലറ്റ് ഗൺസ് ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായ നടപടിയാണ്. ഒരു കാരണവശാലും ഒരു ഡെമോക്രസിയിൽ ഇത് എന്താ പറയുക, ഹിറ്റ്ലറുടെ സാമ്രാജ്യം അല്ലല്ലോ. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഹിറ്റ്ലറുടെയോ മുസോളിനിയുടെയോ ഒക്കെ സാമ്രാജ്യമായിരുന്നുവെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാമായിരുന്നു. ഇതൊരു ഡെമോക്രസിയാണ്, ലോകത്തെ ലാർജസ്റ്റ് ഡെമോക്രസി എന്നൊക്കെ എപ്പോഴും വീമ്പിളക്കുന്ന ഭരണകൂടമാണ് ഇങ്ങനെ ഈ യുവ ജനതയുടെ മേൽ പെല്ലറ്റ് ഗൺസുമായിട്ട് ചാടി വീഴുന്നത്. അപ്പം അത്തരം ഒരവസ്ഥയിലാണ് അത്. കാരണങ്ങൾ, ആര് അതിന് ഓർഡർ കൊടുത്തു, അതേപ്പറ്റിയുള്ള വിശദാംശങ്ങൾ പാർലമെന്റിൽ പറയണം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അവകാശമാണ്. പാർലമെന്റിന്റെ അവകാശം എന്ന് പറയുന്നത് ഈ നാട്ടിലെ 146 കോടി 39 ലക്ഷം ജനങ്ങളുടെ അവകാശമാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ പോളിസി ഈ പ്രാവശ്യം എല്ലാ മെമ്പർ കൺട്രീസിൻ്റെയും പോപ്പുലേഷൻ്റെ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ 142 കോടി 99 ലക്ഷം എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോപ്പുലേഷൻ തന്നെ ലോകത്തെ, രണ്ടാമത്തെ പോപ്പുലേഷനായ ചൈനയുടെ പോപ്പുലേഷൻ വേറൊരു അക്കം, അത് പോകട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക്. അത് UN പോപ്പുലേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട വീഡിയോയിലാണ് അവർ തന്നെ പറഞ്ഞ ആ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇന്ത്യയുടെ തന്നെ പോപ്പുലേഷനിൽ വന്ന കണക്കാണ് 146. അത് പക്ഷേ ഈ കണക്കും ശരിയല്ല, കാരണം ഇത് കഴിഞ്ഞ മെയ് മാസത്തിലെ കണക്കാണ്. 146 കോടി 39 ലക്ഷം, 146 കോടി 39 ലക്ഷം എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2011 ശേഷം ഇവിടെ ശരിയായ സെൻസസ് നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സെൻസസ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും പോപ്പുലേഷൻ എത്രയായിരിക്കും എന്ന് ഏകദേശം കൃത്യതയോടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി ഉദയം ചെയ്യുന്നു. ആ കോക്രോച്ച് ജനതാ പാർട്ടിയെ അടിച്ചമർത്താൻ വേണ്ടി ഇതുപോലെയുള്ള അതിക്രൂരമായ നടപടി കൈക്കൊള്ളുന്നു. പക്ഷേ അപ്പോഴേക്കും പ്രതിപക്ഷം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെൻറ് അവരോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ പൊരുതാൻ തയ്യാറാകുന്നു.
അപ്പോൾ അത് പാർലമെന്റിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് അനുവാദം കൊടുത്തത് എന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ധിക്കാരഭാവത്തോടു കൂടി അമിത് ഷാ നമ്മുടെ ആഭ്യന്തരമന്ത്രി സദസ്സിൽ, അതായത് പാർലമെന്റിൽ വന്നില്ല. അപ്പം നമുക്ക് അമിത് ഷാ അങ്ങനെ ധിക്കാരം കാണിച്ചാൽ അതിൽ അത്ഭുതം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഏതാനും മാസം മുൻപല്ലേ അദ്ദേഹം പറഞ്ഞത്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ പേരിൽ ലജ്ജിക്കേണ്ടി വരും ഇന്ത്യക്കാർ എന്ന്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ലജ്ജ, തരക്കേടില്ലാണ്ട് ഞാൻ സംസാരിക്കും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, വേർഡ്സ് വർത്തൊക്കെ പറയുന്നത് പോലെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇംഗ്ലീഷിൽ നമ്മുടെ പവർഫുൾ ഫീലിങ്സിനെ കണ്ടിന്യൂസ് ഫ്ലോയിലൂടെ പറയാൻ പറ്റുക, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അതിന് പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം എനിക്കുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലും ഈ വീഡിയോസൊക്കെ ചെയ്തു പോയേനെ. അപ്പോൾ ഇംഗ്ലീഷിനെ പറ്റി അത്ര പരമപുച്ഛത്തോടെ പറഞ്ഞ നമ്മുടെ അമിത് ഷാ, അദ്ദേഹത്തെ പറ്റി എനിക്ക് അതിനേക്കാൾ കൂടുതലൊന്നും പ്രതീക്ഷയില്ല. അങ്ങനെ പ്രതീക്ഷയില്ലാത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിവേരറുക്കുന്ന തരത്തിലുള്ള പ്രക്രിയയാണ് അദ്ദേഹം തുടരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ഈ എത്രയാണ് 543 പാർലമെൻറ്റേറിയൻസ്, ഇവരൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഈ 146 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവരോട് ഉത്തരം പറയേണ്ടവരാണ്. അവനവൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരോട് ഓരോരുത്തരോടും അല്ലെങ്കിൽ സംഘമായിട്ടാകട്ടെ എന്തായാലും അവർ ഉത്തരം പറയേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് 245 ഉള്ള രാജ്യസഭാ അംഗങ്ങൾ. ഈ 245 രാജ്യസഭാ അംഗങ്ങളും അവനവൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചെന്ന് ഉത്തരം പറയേണ്ടവരാണ്. അപ്പോൾ ഇത്തരക്കാരെ ഉത്തരം മുട്ടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ മാത്രമാണോ നമ്മൾ നോക്കേണ്ടത്? ഈ പറയപ്പെട്ട പാർലമെന്റേറിയൻസിന് ഒരു പാർലമെന്റ് സെഷൻ നടത്തുക. ഇപ്പം നമ്മൾ എത്ര ദിവസത്തേക്കുള്ള ഒരു സെഷനായിരുന്നു നടത്തിയത്? 19 ദിവസത്തേക്ക് വേണ്ടി നടത്തിയ വർഷകാല സമ്മേളനം. ഈ വർഷകാല സമ്മേളനത്തിൽ എത്ര ബില്ലുകളാണ് പാസ്സാക്കിയത്? 12 ബില്ലുകൾ പാസ്സാക്കി. അതിൽ യാതൊരു ചർച്ചയും കൂടാതെയാണ് ബഹുഭൂരിപക്ഷം ബില്ലുകളും പാസ്സാക്കിയത്. വളരെ കുറച്ച് ബില്ലുകൾ, അതിലൊന്നും നാമമാത്രമായ രീതിയിൽ മാത്രമാണ് എന്തെങ്കിലും ചർച്ച നടന്നു എന്ന് പറഞ്ഞാൽ ആരുണ്ടായിരുന്നു? പ്രതിപക്ഷം ഇല്ലായിരുന്നു. പ്രതിപക്ഷമില്ലെങ്കിൽ പിന്നെ ചർച്ച കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഭരണപക്ഷം എന്തെഴുതി കൊണ്ടുവന്ന് ബില്ലാക്കിയാലും അതിന് റാൻ മൂളാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഭരണപക്ഷത്തെ ആൾക്കാർ. അപ്പോൾ പ്രതിപക്ഷം ഉണ്ടെങ്കിലേ അവിടെ ചർച്ച സാർത്ഥകമായി നടക്കുകയുള്ളൂ. അങ്ങനെ പ്രതിപക്ഷം ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു സെഷനിൽ വെച്ച് ഏതെങ്കിലും ബില്ലുകൾ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അത് കൊണ്ടുവന്നതുപോലെ, അതായത് അതിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളോ മനസ്സിലാക്കാതെ ചർച്ച ചെയ്യാതെ കൊണ്ടുവന്ന രീതിയിൽ തന്നെ പാസ്സാക്കി വിട്ടു. അതല്ല ഒരു ഡെമോക്രസിയിൽ, ഒരു പാർലമെൻറ്റിൽ നടക്കേണ്ടത്. അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ലിൻ്റെ ഫോർ ആൻഡ് അഗൻസ്റ്റ് എന്താണ്, അതിൻ്റെ നന്മകൾ എന്തൊക്കെയാണ്, അതിലെ പോരായ്മകൾ, ആ പോരായ്മകൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നൊക്കെയുള്ള പഠനങ്ങൾ ചർച്ചകൾക്ക് ശേഷം ആ ചർച്ചകളാണ്. എന്നിട്ട് വേണമെങ്കിൽ അതിനെ പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടും. അങ്ങനെ 16 കമ്മിറ്റികൾ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഈ 16 കമ്മിറ്റികളിലും ഉൾപ്പെട്ടവരാണ് ഒട്ടുമിക്ക പാർലമെൻ്ററിയിലെ മെമ്പേഴ്സും. അങ്ങനെയുള്ള കമ്മിറ്റിക്ക് വിട്ടാൽ കമ്മിറ്റി എന്തു ചെയ്യും? കമ്മിറ്റിക്ക് വിട്ടാൽ കമ്മിറ്റി വിശദമായിട്ട് എക്സ്പേർട്സുമായിട്ട് ആ ബില്ലിനുമായിട്ട് ബന്ധപ്പെട്ട് ആ ബില്ലിൽ എക്സ്പെർട്ടൈസ് ഉള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഗുണഭോക്താക്കൾ, ഇപ്പോൾ FCRA ബില്ലിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇവിടുത്തെ ന്യൂനപക്ഷക്കാരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷക്കാരുമായിട്ട് ഈ FCRA ബില്ലിനെ ഒരു പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഇപ്പോൾ വിട്ടിരിക്കുകയാണല്ലോ. അപ്പം സാധാരണ രീതിയിൽ FCRA ബില്ലിൻ്റെ ഗുണഭോക്താക്കളുമായിട്ട്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് അവർ കൊടുക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കും. അങ്ങനെ വരുമ്പോഴേക്കും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ഇൻക്ലൂസീവ് ഇന്ത്യ
എന്ന ആ കോൺസെപ്റ്റിന് അർത്ഥമുണ്ടാകും. പക്ഷേ ഈ ബജറ്റിൽ ഇപ്പോൾ ഈ FCRA ബില്ല് കമ്മിറ്റിക്ക് വിട്ടു, പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ BJP ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം എന്താണ് സാധാരണ ചെയ്യാറുള്ളത്? ആ പാർലമെന്ററി കമ്മിറ്റി 16 പാർലമെന്ററി കമ്മിറ്റികളാണ് ഉള്ളത്. അങ്ങനെ ആ കമ്മിറ്റികൾ ഈ BJP 2014 BJP ഭരണത്തിൽ വന്നതിന് ശേഷം ആ പാർലമെന്ററി കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്താൽ ആ പാർലമെന്ററി കമ്മിറ്റികളിൽ പോലും അറ്റൻഡൻസ് കമ്മിയാണ്. അതായത് അത്ര നിശ്ചയദാർഢ്യമില്ലാതെ ലക്ഷ്യബോധമില്ലാതെയാണ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഈ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നത്. അല്ലാത്ത പക്ഷം ഒരു കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിഷയം കാണും, ഒരു ബില്ല്, ആ ബില്ലിനെ പറ്റിയുള്ള ചർച്ചയ്ക്കാണ് അവർ പരസ്പരം ചർച്ച ചെയ്യും, എക്സ്പേർട്സിനെ കണ്ട് ചർച്ച ചെയ്യും, അതിൻ്റെ പോരായ്മകൾ അന്വേഷിക്കും. അത് കഴിഞ്ഞ് ഗുണഭോക്താക്കളുമായിട്ട് അവർക്ക് അതേപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് പഠിക്കും, കേട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് ആ ബില്ലുകൾ പിന്നീട് പാർലമെൻറ്റിൽ പാസ്സാക്കുകയോ പാസ്സാക്കാതിരിക്കുകയോ അമെൻമെൻറ്റ് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ 14ഉം 15ഉം ലോകസഭകളിൽ എന്ന് വെച്ചാൽ UPA ഗവൺമെൻറ്റിൻ്റെ 1ഉം 2ഉം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ മെമ്പേഴ്സ്, അതിൽ ഓരോ കമ്മിറ്റിയിലും അപ്പോയിന്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് വെച്ചാൽ MP-മാരെ തന്നെയാണ് അതിൻ്റെ മെമ്പേഴ്സ് ആക്കുന്നത്. അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ, അവർ അത്തരം മീറ്റിങ്ങുകളിൽ, ഈ പാർലമെന്ററി കമ്മിറ്റി മീറ്റിങ്ങുകളിലെ പാർട്ടിസിപ്പേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 14ാം പാർലമെൻറ്റിൽ 60% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. 15ാം ഇതിൽ അവരുടെ അറ്റൻഡൻസ് 71%. പക്ഷേ 16, 17 ലോകസഭകൾ, അതായത് BJP വന്നതിന് ശേഷം 2014 ശേഷമുള്ള പാർലമെന്ററി കമ്മിറ്റികളിൽ 16ാം കമ്മീഷനിൽ 27% പാർലമെന്ററി കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ. 17ാം ലോകസഭയിൽ അത് വെറും 13% കുറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു എന്താണ് എന്താണ് BJP ഗവൺമെൻറ്, BJPയുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള MP-മാർ എന്താണ് ചെയ്യുന്നത്. അതായത് അവരെ ഒരു ബില്ലിൻ്റെ കമ്മിറ്റിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മിറ്റി സാർത്ഥകമായിട്ട് കൂടി എക്സ്പെർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഗുണഭോക്താക്കളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലെത്തി ആ ബില്ലിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് വേണം അത് വീണ്ടും പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ. അതിനാണ് കൂടുന്ന മീറ്റിങ്ങുകളിലെ അറ്റൻഡൻസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 16ാം ലോകസഭയിൽ 27% അറ്റൻഡൻസ്, 17ാം ലോകസഭയിൽ അത് 13% എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ്, BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ബില്ലുകൾ പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടാലും വിട്ടില്ലെങ്കിലും പ്രയോജനമില്ല, ഒരുപോലെയാണ്. എന്താ, ഇപ്പോൾ ഉദാഹരണത്തിന് FCRA ബില്ല് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ലോകസഭയിലും ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇവർ ഈ പറഞ്ഞ കണക്ക് ആ പാർലമെന്ററി കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എത്ര മീറ്റിങ്ങിന് ചേരും, അവരെല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്ത് എക്സ്പെർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഗുണഭോക്താക്കളുമായിട്ട്, അതായത് ന്യൂനപക്ഷമാണ് ഇവിടുത്തെ ഗുണഭോക്താക്കൾ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒക്കെ വേണം സമവായത്തിലെത്താനും ഈ ബില്ലിനെ നേരെ മാറ്റി എഴുതി അവതരിപ്പിക്കാനും. അതിന് ഇതുപോലെ ഇവരാരും അറ്റൻഡ് ചെയ്യാത്ത, അതായത് 13% ഇവരുടെ അറ്റൻഡൻസ്, ഈ മെമ്പേഴ്സിൻ്റെ അറ്റൻഡൻസ് എങ്കിൽ എങ്ങനെയായിരിക്കും ആ ബില്ലിൻ്റെ ഗതി വരാൻ പോകുന്നത്? അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഡെമോക്രസിയെ അവഹേളിക്കുക, ഡെമോക്രസിയുടെ മൂല്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുക. അതാണ് BJP ഗവൺമെൻറ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദുവിൻ്റെ ആർക്കൈവ്സിലേക്ക് പോയാൽ പിന്നെ ഇപ്പോൾ ഈ പ്രസൻറ്റ് ഗവൺമെൻറ് അല്ല, രണ്ടാം മോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 2023 കണക്കുകൾ, 23-24 കാലഘട്ടത്തിലെ പാർലമെൻ്ററി കമ്മിറ്റിയിൽ എങ്ങനെയായിരുന്നു, ബില്ലുകൾ എത്ര എണ്ണാണ് യാതൊരു ചർച്ചയും ഇല്ലാതെ പാസ്സായി പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് ഒരു ഫോട്ടോ കോപ്പി ആയിട്ട് കാണിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. വളരെ ദീർഘിച്ചു പോകുന്നു എന്നതുകൊണ്ടാണ്
ഞാൻ അതിൻ്റെ അതിനെ വിസ്തരിച്ച് പറയാനായിട്ട് ശ്രമിക്കാത്തത്. അപ്പോൾ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, ഈ 543 പാർലമെൻറ്റേറിയൻസിനും 245 രാജ്യസഭാ അംഗങ്ങൾക്കും ഒരു സെഷന്, ഇപ്പോൾ ഈ പ്രാവശ്യം 19 ദിവസത്തേക്കുള്ള ഒരു സെഷനായിരുന്നു. ഒരു സെഷനിൽ അവർ വരുന്നതിന് എന്ത് ചെലവാണ് ഈ രാജ്യത്തിന് വരുന്നത്? കമ്മിറ്റി മീറ്റിങ്ങിൽ, അതായത് നമ്മൾ പറഞ്ഞല്ലോ പാർലമെൻ്ററി കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ പാർലമെൻറ്റ് സെഷൻ, ഈ രണ്ടിലേത് മീറ്റിങ്ങിനാണ് ഒരു മെമ്പർ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ദിവസം എന്ന് വെച്ചാൽ 2500 രൂപയാണ് ഒരു ദിവസത്തെ സിറ്റിംഗ് ഫീ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുക. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പോൾ കേരളമാകട്ടെ, കേരളത്തിൽ വയനാടാകട്ടെ, വയനാട് നിന്ന് ഡൽഹി വരെയുള്ള എയർ ടിക്കറ്റ്, അതുമല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് അതായത് ഈ MP-ക്ക് ലഭിക്കുന്നു. അവിടെയും തീരുന്നില്ല. അതായത് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ എയർ ടിക്കറ്റ് ഏതാണോ ആവശ്യം വെച്ചാൽ അത് കിട്ടുന്നു. പിന്നെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ താമസിക്കാൻ ഗസ്റ്റ് ഹൗസ്, മറ്റ് ഗസ്റ്റ് ഹൗസ് അക്കോമഡേഷൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, ബംഗ്ലാവോ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താമസിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം നൽകുന്നത് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ചെലവിലാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് തന്നെയാണ് ഈ ചെലവുകളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ 19 ദിവസത്തെ ഈ വർഷകാല സിറ്റിങ്ങിന് എത്ര ലക്ഷം രൂപ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന്, അതായത് ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവഴിച്ചു. അത് ചെലവഴിച്ചത് അധികമായി പോയി എന്ന് ആരും പറയാതിരിക്കണമെങ്കിൽ ഓരോ സെഷനും സാർത്ഥകമായി വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളുമായിട്ട് മുൻപോട്ട് പോകണം. അവിടെയൊക്കെ വൻ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങളിൽ എത്തുന്ന തരത്തിലുള്ള മുന്നേറ്റമാകണം ഉണ്ടാകേണ്ടത്. അങ്ങനെ പോകുന്ന ഒരു പാർലമെൻറ്റ് മാത്രമേ ഒരു നല്ല ഡെമോക്രസിക്ക് ബീജാവാപം ചെയ്യൂ. അല്ലാത്ത പാർലമെൻറ്റ് ഒരിക്കലും ഒരു നല്ല ഡെമോക്രസിയെ ഊട്ടി വളർത്താൻ പര്യാപ്തമായിരിക്കുകയില്ല. ഇപ്പോൾ നാം ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, BJP ഗവൺമെൻറ് 2000 വന്ന് ഭരണം ഏറ്റതു മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെമോക്രസിയുടെ അടിവേരറുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്.